മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്മാ കർസി ചെറായി മർച്ചന്റ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം അയ്യമ്പള്ളി സഹകരണ നിലയം ഓഡിറ്റോറിയത്തിൽ നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് A.K. മോഹനന്റെ അധ്യക്ഷതയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് A.J. റിയാസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ചെറായി മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം അയ്യമ്പള്ളി സഹകരണ നിലയം ഓഡിറ്റോറിയത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് A.J. റിയാസ് ഉദ്ഘാടനം ചെയ്തു. ചെറായി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് A.K. മോഹനൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരിയോടൊപ്പം സത്യസന്ധമായി നിൽക്കാൻ കഴിയും എന്നതാണ്. 81 ഏകോപന സമിതി രൂപീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കടകളിൽ കയറിയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരുടെ അക്രമം. ഇന്ന് ഏതെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധന് സ്വബോധത്തോടുകൂടി ചെറായി കടയിലൊന്നും കയറോ? എന്താ കയറാത്തത്? അവർ ഒന്നിച്ചു നിൽക്കുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ നേരിടുന്നത് വ്യാപാര മാന്യം ഉണ്ടാകുന്നു എന്നതാണ്, അല്ലേ? എന്താ ഈ വ്യാപാര മാന്യത്തിന്റെ പ്രശ്നമെന്ന് നമ്മൾ പഠിക്കണം. ഒന്ന് പറയാൻ പറ്റുക കടകളുടെ എണ്ണം കൂടിയെന്നതാണ്. പക്ഷെ അതനുസരിച്ച് പോപ്പുലേഷൻ കൂടുന്നുണ്ട്. പക്ഷേ യുവജനങ്ങൾ ഈ സംസ്ഥാനം വിട്ടുപോകുന്നു എന്നത് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ടുണ്ട്, അല്ലേ? പണ്ടൊക്കെ ഒരാളോട് അവൻ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ അവൻ ഗൾഫിലാണ് പോകുന്നത്. ഗൾഫിൽ പോവാണ്. അവനോട് ചോദിക്കുന്നത് നീ ഇപ്പം എന്തിനാ ഗൾഫിൽ പോണേ? ഉടനെ അവൻ തന്നെ മറുപടിയുടെ പെങ്ങളെ കെട്ടിക്കണം, നല്ലൊരു വീട് വെക്കണം, വയസ്സാവുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ താമസിക്കണം. ഇന്ന് ഏതെങ്കിലും മക്കളത് പറയുന്നുണ്ടോ? പറയോ? കേരളത്തിൽ ഒരു ടീമിലുണ്ടായി കാണില്ല. 1,12,00,000 രൂപ കുടിശ്ശിക ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. ഇന്ന് നമ്മളുടെ ശക്തമായ പ്രവർത്തനങ്ങൾ, ചിട്ടയായ പ്രവർത്തനങ്ങൾ, സത്യസന്ധതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിനെ കുറച്ചു നിർത്തി കൊണ്ടുവന്നു ഏകദേശം 10 താഴെ എത്തിക്കുവാനായിട്ട് ഈ ഭരണസമിതിയുടെ അശ്രാന്ത പരിശ്രമങ്ങൾ അത് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിനെ തുടർന്ന് ഈ കൂടുതലായിട്ട് കിട്ടാനുള്ളത് മുൻ ഭരണസമിതിക്കാര് അന്ന് കൂടുതലായിട്ട് കൈപ്പറ്റി. എന്നുവെച്ചാൽ ഓഫീസിനൊരു നിയന്ത്രണമില്ലാത്ത രീതി, ഓഫീസിനൊരു കൺട്രോളിംഗ് ഇല്ലാത്ത രീതി, കുടിശ്ശികയുള്ള സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും കാശ് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ഓഫീസും അങ്ങനെയുള്ളൊരു ചിട്ടയില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ പഴയ ഭരണസമിതിക്കാരൊക്കെ ഭീമമായ കുടിശ്ശികക്കാരായാലും ഇന്ന് അവർക്ക് അത് അടച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും എത്തി നിൽക്കുന്നത്. ആ രീതിയിലുള്ള കഠിനമായ പ്രശ്നം, ആ ഒരു കുടിശ്ശിക പിടിക്കുന്നതിൽ വളരെ ശക്തമായ തീരുമാനങ്ങൾ ഈ ഭരണസമിതി എടുത്തിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ചെറുകിട വ്യാപാരികളെ ദ്രോഹിക്കുന്ന സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ തുറന്നു കാണിക്കുകയും ശക്തമായ സമരങ്ങൾ നടത്തുകയും വഴി ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വ്യാപാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ലൈസൻസ് ലഭിക്കുന്നതിന് ഇരട്ടിയിലധികം തൊഴിൽ നികുതി വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ ഇനിയും വ്യാപാരികളെ സമരത്തിനായി ഇറക്കരുതെന്നും എത്രയും വേഗം തൊഴിൽ നികുതി വർധനവ് പിൻവലിച്ചുകൊണ്ട് ലൈസൻസ് നടപടികൾ എളുപ്പത്തിലാക്കണമെന്നും A.J. റിയാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് P.C. ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ അവാർഡ് ജില്ലാ ട്രഷറർ C.S. അജ്മലും കലാകായിക മത്സരങ്ങളിൽ വിജയം നേടിയവർക്കുള്ള അവാർഡ് ജില്ലാ സെക്രട്ടറി പോൾ J. മാമ്പിള്ളിയും വിതരണം ചെയ്തു. വനിതാ വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയ പീറ്റർ, ചെറായി മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി B. മോഹനൻ, വനിതാ വിംഗ് പ്രസിഡന്റ് ജിഷ രമേശ്, സെക്രട്ടറി ഗോപിനാഥ്, രാജി അംബരീഷ്, C.K. സുരേഷ്, K.C. ബാബു, ശ്രീജി, നിഗീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു.